പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ. പ്രിയമുള്ളവരെ, നമുക്ക് കുർബാന അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട വിനു അച്ഛനാണ്. കോട്ടപ്പുറം രൂപത അംഗമാണ്. കണ്ണമാലിയിൽ സെമിനാരിയിൽ നിന്ന് ഡീക്കനായിട്ട് ശുശ്രൂഷയ്ക്ക് വരുമായിരുന്നു. അച്ഛനെത്തിയത് അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഇന്നലെ ആകസ്മികമായിട്ട് മരണമടഞ്ഞു. അതിൻ്റെ സംസ്കാര കർമ്മം ഇന്നാണ് കണ്ണമാലി പള്ളിയിൽ വെച്ച് നടക്കുക. അതിൽ പങ്കെടുക്കാനാണ്. അപ്പം അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട വിനുവച്ചൻ വളരെ തീക്ഷ്ണമതിയായ ഒരു വൈദികനാണ്. നമ്മുടെ ദേവാലയത്തിലേക്ക് കുർബാന അർപ്പിക്കാനായിട്ട് വന്നതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരുടെയും പേരിൽ അച്ഛനെ ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ബലിയിൽ നമ്മൾ ഇന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദര സിഗ്ബർട്ട് ഡിക്കോത്തോ, ആൻ്റണി കുരിശിങ്കൽ, ജോസി ഡിക്കോത്തോ ആൻഡ് ഷേർലി ഡിക്കോത്തോ, സെലിൻ പീറ്റർ വീലിപ്പറമ്പിൽ, ഷേർലി ജോസി കുരിശിങ്കൽ, ജോൺസൺ പനിക്കൽ, തോമസ് പുടുത്ത, ശുദ്ധീകരണ ആത്മാക്കൾ എന്നിവരെ സമർപ്പിച്ച് ഇവിടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ടോപ്പോളച്ച മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, പരമോന്നതമായ സ്നേഹത്തിൻ്റെ ഈ ബലി അർപ്പിക്കുവാനായിട്ട് ഈ അൽത്താരയ്ക്ക് മുമ്പിൽ ഒരുമിച്ച് കൂട്ടി അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയാം. വെളിപാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ കുഞ്ഞാടിൻ്റെ വിരുന്നിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സ്വർഗീയമായിട്ടുള്ള വിരുന്നിൻ്റെ മുന്നാസ്വാദനമാണ് നാം അർപ്പിക്കുന്ന ഓരോ ദിവ്യബലിയും. ഈ കുഞ്ഞാടിൻ്റെ വിരുന്നിന് പങ്കുപറ്റുവാനായിട്ട് ക്ഷണിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും അനുഗ്രഹീതരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് നമ്മെ തന്നെ ആത്മപരിശോധനയിലൂടെ ഈ ബലി അർപ്പിക്കാം. ഈ വിരുന്നിന് ഞാൻ യോഗ്യനാണോ? ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടും ചെയ്തു പോയിട്ടുള്ള നമ്മുടെ അപരാധങ്ങളും കുറവുകളും കാരുണ്യവാനായ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയുടെ ഈ ബലിയർപ്പണം നമുക്ക് നടത്താം. സുവിശേഷത്തിൽ ഈശോനാഥൻ ഫരിസയരുടെ നിയമങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. പുറമേയുള്ള നിയമങ്ങൾക്ക്, ബാഹ്യമായിട്ടുള്ള നിയമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഫരിസയരുടെ മനോഭാവം നമ്മിൽ വന്നു ചേരാറുണ്ടോ? നാം ഓരോരുത്തരും ജീവിക്കുന്നത് നിയമങ്ങളുടെ ചട്ടക്കൂടുകളിലാണ്. പലപ്പോഴും നാം അർപ്പിക്കുന്ന ഓരോ നിയമങ്ങളും ദൈവത്തിലേക്ക് അടുക്കുന്ന നിയമങ്ങളായിട്ട് മാറണം. ബാഹ്യമായിട്ടുള്ള നിയമങ്ങളെക്കാൾ കൂടുതലായിട്ട് ആന്തരികമായിട്ടുള്ള നിയമങ്ങളും വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ മാത്രമാണ് ദൈവവുമായിട്ട് നാം അടുക്കുന്നത്. കൃപയ്ക്ക് വേണ്ടി ആത്മാവിൻ്റെ നിറവിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയത്തിലായിരിക്കുന്ന നിങ്ങളേവരെയും സമർപ്പിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ഒരു ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്നത് പൗരോഹിത്യത്തിന് ശേഷം. ആയതിനാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളെയും ഇടവകയും സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകയാൽ മുത്തുകന്യകയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം.
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൃപ എപ്പോഴും ഞങ്ങളുടെ മുന്നിലും പിന്നിലും ഉണ്ടായിരിക്കുകയും സൽപ്രവൃത്തികൾ നിരന്തരം ചെയ്യുവാൻ ഞങ്ങളെ ദൃഢചിത്തരാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിൻ്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, അവൻ നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ്. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണുപോവുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷ എനിക്ക് നൽകണമേ. എന്നെ അവഹേളിക്കുന്നവരോട് മറുപടി പറയാൻ അപ്പോൾ എനിക്ക് കഴിയും. ഞാൻ അങ്ങയുടെ വചനത്തിലാണല്ലോ ആശ്രയിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ നിരന്തരം എന്നേക്കും പാലിക്കും. അങ്ങയുടെ കൽപ്പനകൾ തേടുന്നത് കൊണ്ട് ഞാൻ സ്വതന്ത്രമായി വ്യാപരിക്കും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കുന്നു. ഞാൻ അവയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ.
ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരിസയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു. അവൻ പ്രവേശിച്ച് ഭക്ഷണത്തിന് ഇരുന്നു. ഭക്ഷണത്തിന് മുൻപ് അവൻ കൈ കഴുകി ശുദ്ധി വരുത്താതിനെപ്പറ്റി ആ ഫരിസയൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഫരിസയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭോഷന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്കെല്ലാം ശുദ്ധമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ഒരു നിമിഷം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ പ്രത്യേകമായിട്ട് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള സഹോദരങ്ങൾ ആത്മശാന്തിക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിനവും പ്രാർത്ഥനയോടെ അർപ്പിക്കുന്ന പ്രഭാതങ്ങൾ ദൈവത്തിന് പ്രീതികരമാണ്. നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടുള്ള സഹോദരങ്ങൾ അതിൻ്റെ പ്രത്യേകമായിട്ട് കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സയിലായിരിക്കുന്ന സഹോദരങ്ങൾ, അവർ ശുശ്രൂഷിക്കുന്നവർ, സന്നദ്ധ പ്രവർത്തകർ, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സഹായമുണ്ടായിട്ടും സാധിക്കാത്ത സഹോദരങ്ങൾ, നമ്മുടെ മുതിർന്നവർ, മാതാപിതാക്കന്മാർ, എല്ലാവരെയും ഒരു നിമിഷം നമുക്ക് ഓർക്കാം. നമ്മുടെ മക്കൾ, നേതനം ജന്മദിനം ആഘോഷിക്കുന്ന ജേക്കബ് മത്തിപ്പൊഴി, അഭിരാം ജോസഫ് എന്നിവരുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി മക്കളെ അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൈകൾ കൂപ്പി നമ്മുടെ എല്ലാ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കാഴ്ച സമർപ്പണത്തിന് മുമ്പായിട്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കുടുംബ നിയോഗങ്ങളും ഈ അൽത്താരിൽ നാം സമർപ്പിക്കുകയാണ്. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളിലേക്കും അങ്ങ് കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സമൂഹത്തെയും ഏറെ പ്രത്യേകമായിട്ട് ഈ ഇടവകയെ നയിക്കുന്ന വികാരിയച്ഛനെയും ഇവിടെ എല്ലാ വിശ്വാസികളെയും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും കാരുണ്യവാനായ ദൈവം അറിഞ്ഞ് കണ്ട് പ്രത്യേകമായിട്ട് അവരുടെ കുടുംബത്തിലേക്ക് നിന്റെ ആത്മാവിനെ വർഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് നമ്മുടെ ബലിയർപ്പണം നമുക്ക് ആരംഭിക്കാം. സ്നേഹപൂർവം സർവവും സ്വീകരിക്കണമേ നൈവേദ്യം അനുഗ്രഹിക്കും നാഥ സമ്മോദന ഉയരുമിരാശയിലർച്ചനയ ഉയർത്തും ഞങ്ങൾ തങ്ങൾ നിറമിയോടെ ഞാനേടുന്നു സ്വീകരിക്കണമേ വിയർപ്പിന നേടിയ സമ്പാദ്യവും കാഴ്ചയിടാമീ ഉയർത്താതെ നീക്കും മനതാരിലും കൃപ ഉയർത്താതെ നീക്കും മനതാരിലും കൃപ സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അതേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ബലിവസ്തുക്കളുടെ അർപ്പണത്തോടൊപ്പം വിശ്വാസികളുടെ പ്രാർത്ഥനകളും സ്വീകരിക്കണമേ. അങ്ങനെ ഭക്തകൃത്യങ്ങളുടെ അനുഷ്ഠാനം വഴി സ്വർഗീയ മഹത്വത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോടുകൂടെ. ഈ ആത്മാവോടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലേക്കുള്ള വരവ് സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ ശുദ്ധരോടും സകല മാലാകമാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റ് പറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് പിതാവിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും
അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതനായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവർ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, എന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി. എന്റെ ആത്മാവ് സമർപ്പിക്കുന്നു. എന്റെ സങ്കേതം, നീ എന്റെ കോട്ട, നീ
രക്ഷകനും നീ എന്റെ വൈദ്യനും നീ എന്റെ ആലംബം നീ എൻ ദൈവം ആരാധിക്കും ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഏറ്റവും പരിശുദ്ധ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ഭോജനത്താൽ അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന പോലെ ദിവ്യപ്രകൃതിയിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് So